നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വേതനം കൃത്യമായി ലഭിക്കാത്തതെന്നാണ് ആക്ഷേപമുയരുന്നത്. 5 മാസമായി മുടങ്ങിയ വേതനം ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പാലാ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭാ ചെയർമാന് പരാതി നൽകി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് വേതനം മുടങ്ങിയത് തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നിരവധി ആളുകളാണ് ജോലി ചെയ്തിട്ടും വേതനം കിട്ടാതെ കാത്തിരിക്കുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വേതനം ലഭിക്കാത്തത് ബുദ്ധിമുട്ടാകുന്നതായി തൊഴിലാളികൾ പറയുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് വേതനം വിതരണം ചെയ്യാൻ തടസ്സമാകുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. പാലാ നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 5 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. 26 ലക്ഷം രൂപയോളമാണ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. വിഷുവിനോടനുബന്ധിച്ച് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. 177 തൊഴിലാളികളാണ് പാലാ നഗരസഭയിൽ തൊഴിലുറപ്പ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത്. വേതനം എത്രയും വേഗം ലഭ്യമാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ചെയർമാന് പരാതി നൽകി. മുനിസിപ്പാലിറ്റിയിലെ തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ബില്ലുകൾ പാസ്സായിട്ടുണ്ടെന്നും പാസ്സായത് ട്രഷറിയിലേക്ക് മാറ്റിയെന്നുമാണ് വിശദീകരണം ലഭിച്ചത്. എന്നാൽ ഈ ബില്ലുകൾ റിജക്ട് ആക്കിക്കൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇയാളുകൾക്കുള്ള വേതന അനുവദിച്ച് നൽകുന്നതിനായി തുക അനുവദിക്കുന്നതിന് നമ്മൾ ഓഫീസിൽ നിന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. നമ്മൾ അങ്ങോട്ട് റിമൈൻഡർ അയച്ചാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചത്. അതിനുശേഷം ഈ ഇലക്ഷൻ ചെയ്ത പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നാണ് നമുക്ക് ഈ ഫണ്ട് വരുന്നത്. നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഫണ്ട് വരുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. അപ്പം അതിനെന്തൊരു തടസ്സം വന്നതാണ് അത് പാസ്സാകാതെ വന്നത്. പിന്നീട് ഇലക്ഷന് വന്നുകൊണ്ടാണ് ഇത്രയും നീണ്ടു വന്നത്. ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം മാറിയതിനു ശേഷം അത് പിന്നീട് അത് അക്കൗണ്ട് റീസായി വരും തന്നെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത്. എന്നാൽ ട്രഷറിയിൽ അന്വേഷിച്ചപ്പോൾ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ലെന്നാണ് വ്യക്തമായത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് ചെയർമാൻ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് പരിഹാരം എത്രയും വേഗം കാണാമെന്ന് ഉറപ്പു നൽകി. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. എത്രയും വേഗം വേതനം ലഭിക്കാനുള്ള നടപടി വേണമെന്നാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത്. വിധവകളും രോഗികളും വീട്ടിൽ നിത്യരോഗികൾ ഉള്ളവരും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.